ഓക്കെ, ബേസിക്കായിട്ട് ഞാനിപ്പോൾ പറയാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഇതൊന്നും അല്ലായിരുന്നു. അതായത് നമ്മുടെ വിജയ് തൃഷ ഒരു സംഭവപ്പെട്ടൊരു വീഡിയോ ചെയ്യാനിപ്പോൾ ഞാൻ ആഗ്രഹിച്ച, പക്ഷേ എനിക്ക് ഇന്നലെ നടന്ന ചില കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് എനിക്കതിപ്പം പറയാൻ വേണ്ടിയാണ് തോന്നുന്നു. അതായത് ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയായിരുന്നു ഇന്നലെ ഒരു പുണ്യമായ ഒരു പൊങ്കാല മഹോത്സവം അല്ലെങ്കിൽ ഒരു ചടങ്ങ്. ഇന്നലെ അവിടെ എന്താ നടന്നത്? ഇന്നലെ നിങ്ങളൊക്കെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽസൊക്കെ നിങ്ങൾ ചില കാര്യങ്ങളെ കാണുമായിരിക്കും. ഇവിടുത്തെ ചില ആരാണറിയില്ല ഓൺലൈൻ മീഡിയകളും കുറേ സെലിബ്രിറ്റീസുകളും ഇന്നലെ അവിടെ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്, അല്ല എന്താണ് അവരവിടെ ഇന്നലെ ചെയ്തത് ഞാൻ ചിന്തിക്കുന്ന. പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മസമർപ്പണം, പരിശുദ്ധി, ആത്മീയമായ ഒരു സമർപ്പണം, ദേവിക്കിടുന്ന ഒരു പൊങ്കാല ചടങ്ങിൽ ഇന്നലെ എല്ലാ നായികമാരും ആരൊക്കെ വന്നിട്ടുണ്ടോ അതിൽ ഒട്ടുമിക്ക പേരും മാന്യമായിട്ട് പൊങ്കാല ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സായിട്ട് വന്നവരുണ്ട്. വളരെ മോശമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഡ്രസ് കോഡ് ധരിച്ച് വന്നിട്ട് ഇന്നലെ അവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന സംഭവങ്ങളും ഇന്നലെ അവിടെ ഉണ്ടായി. ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇതിനൊക്കെ നമ്മൾ എന്ത് രീതിക്കാണ് നമ്മൾ ഇതിനെയൊക്കെ ഒരു ഇതായിട്ട് കാണിക്കേണ്ടത്? അന്ന രാജൻ, രമ്യ പണിക്കരി, അങ്ങനെ ഒട്ടുമിക്ക താരങ്ങൾ, പിന്നെ ആരൊക്കെ അവിടെ വന്നിട്ടുണ്ടോ അവരെയൊക്കെ ശരീരഭാഗങ്ങളൊക്കെ കാണിക്കാനും അങ്ങനെയുള്ള ഒട്ടുമിക്ക സംഭവങ്ങൾ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കുറേ ഓൺലൈൻ മീഡിയകൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. സത്യസമ്പന്നെ പറയണം, ഇന്നലെ വന്ന ഒട്ടുമിക്ക സെലിബ്രിറ്റീസുകൾ അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ച് വരാനുള്ള ശ്രമം, അത് എവിടെ? ഈ പൊങ്കാല ചടങ്ങിനകത്ത്. ഇതൊക്കെ ഇത്രയ്ക്കൊരു ഒരു വിവരമില്ല. ഇപ്പോൾ അന്നാരാജിനെയൊക്കെ സത്യം പറഞ്ഞാൽ അന്നാരാജിനൊക്കെ ഇന്നലെ അവിടെ എന്താണ് കാണിച്ചത്? അങ്ങനെ ഒട്ടുമിക്ക എനിക്കിപ്പം പറയാൻ വേണ്ടി പോലും താരങ്ങളെ കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ലേറ്റസ്റ്റായിട്ട് ഞാനിപ്പോൾ ആ ഒരു ഫേസ്ബുക്കിൽ കാണിച്ചാൽ പറ്റില്ല, നിവേദ്യ ശങ്കറില്ലേ, ആ ഒരു പെൺകുട്ടീനൊക്കെ തന്നെ അതിനെപ്പോലും വെറുതെ ഇവിടെ കുറേ ഓൺലൈൻ മീഡിയകളൊക്കെ വന്നിട്ട് ആ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പോലും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. ഇതൊക്കെ ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു പൊങ്കൽ ചടങ്ങി വന്നിട്ട് ഇവിടെ ഓൺലൈൻ മീഡിയ, ഇവിടുത്തെ സെലിബ്രിറ്റീസുകൾ എല്ലാം കണക്ക് തന്നെ. ഈ രമ്യ പണിക്കെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇന്നലെ വീട്ടിലങ്ങനെ പൊങ്കൽ, എന്നാലും അവരുടെയൊക്കെ കുറേ വിഷ്വൽസൊക്കെ അതൊക്കെ ഇന്നലെ ഇങ്ങനെ പുറത്ത് വന്നായിരുന്നു. അതെല്ലാം ഇങ്ങനെ പുറത്ത് വന്ന് ഓരോ രീതിക്ക് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ അത്യാവശ്യമെങ്കിലും ഇവിടെ ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു. ഇവിടെ ഓൺലൈൻ മീഡിയകൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഇവിടെ സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ, നായികമാരുടെ ശരീരഭാഗങ്ങൾ, അവരുടെ നെഞ്ചും അവരുടെ വയറും ഇടുക്കുമൊക്കെ എടുക്കാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത്. ഇവിടെയുള്ള ഒട്ടുമിക്ക പ്രമുഖ നീലക്കൂലി കണക്കത്തെ ചാനലുകളായ അതിന് എല്ലാവരും അവർക്ക് ഇതൊക്കെയാണ് വൈറല്. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ കുറേ സെലിബ്രിറ്റീസുകളും നിങ്ങൾ കാണിച്ചു കൊടുത്ത്, നിങ്ങൾ നോണായിട്ടുള്ള അത് നിങ്ങൾ വേറെ എവിടെ നിന്ന് നിങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അതൊന്നൊരു വിഷയമുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതൊരു ആറ്റുകാൽ ക്ഷേത്രമാണ്, ഒരു പൊങ്കാല ചടങ്ങാണ്. അതിപ്പോൾ വീട്ടിലായിരുന്നാലും നിങ്ങൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരങ്ങളായിരുന്നാൽ അപ്പോൾ ഇടുന്നതൊക്കെ ഒരു പൊങ്കാലയാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചൈതന്യം മാത്രം നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതില്ലെങ്കിൽ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് നിങ്ങളിങ്ങനെ ഒന്ന് കാണിക്കുന്നത്? ഈ ഓൺലൈൻ മീഡിയകളെ കുറ്റം പറയണം, സെലിബ്രിറ്റീസിനെ കുറ്റം പറയണം. ഇത്രയ്ക്ക് ഒരു വിവരമില്ലാത്ത ഒരു രീതിയായിപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കാണുന്നവർക്ക് തന്നെ ഒരു അരോചകമായിട്ടാണ് തോന്നിക്കുക. എനിക്ക് തന്നെ ഇന്നലെ പേഴ്സണലി DM-ൽ ഒരുപാട് പേര് എനിക്ക് റീലൊക്കെ ഷെയർ തന്നാടാ, അത് നോക്കണം ഇത് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തന്നു. അത് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊങ്കൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു മൊമെൻറ്റിനെ ഇത്ര ഒരു വൾഗറായിട്ട് ഒരു വളരെ ഒരു മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി അവിടെ കുറച്ച് സെലിബ്രിറ്റീസ് ശ്രമിച്ചായിരുന്നു. ഇത് കുറേ ഓൺലൈൻ മീഡിയകൾ ശ്രമിച്ചായിരുന്നു. ഇത് എന്ത് തന്തയില്ലായ്മ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത്. സത്യമാണ് പറയുന്നത്. ഇത് ഒരുപാട് സ്ത്രീകൾ ആറ്റുനോറ്റ് നോമ്പെടുത്ത് ഭക്തിപൂർവ്വം ആചരിക്കുന്ന ഈ ഒരു ചടങ്ങിന് അങ്ങനെ എടുത്ത ഒരുപാട് സാധാരണക്കാർ സ്ത്രീകൾ ഇന്നോട് ഉണ്ടായിരുന്നു. അവരെപ്പോലും പുച്ഛിക്കുന്ന, അവരുടെ ഒരു ഭക്തികളെപ്പോലും ചോദിച്ചു എന്തിനാരെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ദേവീനെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത്. എന്തോ ആയിക്കൊണ്ട് പോട്ട് നിങ്ങൾക്കൊക്കെ ഇത് നിങ്ങൾ കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി കാണിക്കാം, നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിൽ ഇത് കാണിച്ച് നിങ്ങൾക്ക് ഒരു സംഭവം ഉണ്ടാക്കാം. പക്ഷേ ഭക്തിപൂർവ്വം ആചരിക്കുന്ന ഇത്രയും സ്ഥലങ്ങളിൽ വന്നിട്ട് ഇത്രയും കണക്കിന് വിവരമില്ലായ്മ കാണിക്കും. ഞാൻ ഇപ്പോൾ താണ്ട് ഇവിടെ അന്യരാജിൻ്റെയും സമാനമായ കുറച്ച് ഫോട്ടോകൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിനവിടെ ഞാൻ കാണിക്കാം. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. കാരണം ഇത്രയ്ക്ക് മോശമായിട്ടൊരു ആറ്റുകാൽ പൊങ്കൽ ചടങ്ങിനെ വളരെ മോശമായിട്ട് ഈ ഒരു പ്രാവശ്യം നശിപ്പിച്ചെന്നാണ് പറയേണ്ട. ആ ഭക്തി ആചരിക്കേണ്ടടുത്തുനിന്ന് ഭയങ്കരമായ ഒരു വൾഗർ കോസ്റ്റ്യൂം ഇട്ട് ആ ഒരു ചടങ്ങിനെ നശിപ്പിച്ചെന്നാണ് പറയേണ്ടത്. ഒരു പവിത്രത പോയി എന്നാണ് പറയേണ്ട. ഇത്ര ആൾക്കാരൊക്കെ ഇവിടെ വന്നു നിന്നിട്ട് വളരെ മോശമായിപ്പോയി, വളരെ മോശം. ഇന്ന് ആറ്റുകാൽ പൊങ്കലയുടെ 100 തന്നെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടായിരിക്കും.
ഇത്ര പറയാൻ വേണ്ടുള്ളൂ. ഇത് ശുദ്ധമായ തെണ്ടിത്തരവും കോമളത്തരവും ഒരു വൃത്തികെട്ട പരിപാടി ഇവിടുത്തെ ഓൺലൈൻ മീഡിയയും കാണിച്ച് ഈ നായികമാരും കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളെയൊക്കെ ഓടി നടന്ന് സൂം ചെയ്യണം. അനിമോളൊക്കെ സത്യം പറഞ്ഞാൽ അനിമോളിൻ്റെ അനിമോളെ എപ്പോഴത്താരും ആ സമയത്ത് ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അനിമോളെ ശരിയ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. തന്തയില്ലാത്ത ഷൂട്ടിങ്ങനെ അത് മറ്റടുത്ത മുഖം കളിച്ച് ശരി തന്നെ അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ചുരിദാറോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നല്ലത്. പിന്നെ ഈ സെലിബ്രിറ്റീസ് നിങ്ങൾക്കിത് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി കാണിക്കാം. ആറ്റുകാൽ പൊങ്കലയുടെ നൂറ്റാണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടായിരിക്കും. ഇത്ര പറയാൻ വേണ്ടുള്ളൂ. ഇത് ശുദ്ധമായ തെണ്ടിത്തരവും കോമളത്തരവും ഒരു വൃത്തികെട്ട പരിപാടി ഇവിടുത്തെ ഓൺലൈൻ മീഡിയയും കാണിച്ച് ഈ നായികമാരും കാണിച്ചിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയണം, ഒന്നും തോന്നില്ല പറഞ്ഞുകൊണ്ട്. ഇത്ര എനിക്ക് പറയാൻ വേണ്ടി ഇത്ര ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ വെറും നമ്മളൊരു ഇതായിപ്പോൾ സത്യമാണ് പറയുന്നത്.